മലപ്പുറം ജില്ലയിൽ മുഖംമൂടി കവർച്ചാ സംഘം സജീവമാകുന്നതോടെ ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ്. ജില്ലയിൽ വീണ്ടും മുഖംമൂടി ധരിച്ച കവർച്ചാ സംഘം സജീവമാവുകയാണ്. മാരകായുധങ്ങളുമായി വീടുകൾക്ക് ചുറ്റും രാത്രികാലങ്ങളിൽ കവർച്ചയ്ക്ക് നടക്കുന്നവരുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. തിരൂർ തൃക്കണ്ടിയൂർ മേഖലയിലെ സംഭവങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ തൃക്കണ്ടിയൂരിൽ ആധാരമെഴുത്തുകാരനായ വെളിയമ്പാട്ട് ശിവശങ്കരൻ നായരുടെ വീട് കുത്തിത്തുറന്ന് 4.5 ലക്ഷം രൂപ കൊള്ളയടിച്ചിരുന്നു. ഈ കേസിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് സിസിടിവിയിൽ പതിഞ്ഞ അതേ കവർച്ചക്കാർ തന്നെയാണ് വീണ്ടും എത്തിയതെന്നാണ് സംശയിക്കുന്നത്. രൂപസാദൃശ്യം ഇതിന് സമാനമാണ്. കഴിഞ്ഞ ദിവസവും അർദ്ധരാത്രിയോടെ 2 പേർ മുഖംമൂടിയും മാരകായുധങ്ങളുമായി 5 വീടുകളിലെത്തി. മാധവൻ, രാമകൃഷ്ണൻ, കോമളം എന്നിവരുടെ വീടിന്റെ മുൻപിലും ഇവർ എത്തിയതായി സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കോരോത്തിൽ ഹംസക്കുട്ടിയുടെ വീടിന്റെ ഗ്രിൽ തകർത്ത് അകത്ത് കടക്കുകയും കുട്ടികളുടെ സ്കൂൾ ബാഗിൽ നിന്ന് പണമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹംസക്കുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാത്രിയിൽ ജാഗ്രത പുലർത്താൻ തൃക്കണ്ടിയൂർ നിവാസികളോട് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തൃക്കണ്ടിയൂർ റെസിഡൻസ് അസോസിയേഷൻ രാത്രികാല പെട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഡിവൈഎസ്പി അറിയിച്ചു. പ്രദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി ഒരു 2:45 സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരു 9:30 ആയപ്പോൾ തന്നെ തലവേദനയായപ്പോൾ ഞാൻ നേരത്തെ കിടന്നുണ്ടായിരുന്നു. ഗിൽസ് ഞാനാ പൂട്ടിയിട്ട് കിടന്നത്. പിള്ളേർക്ക് ഞാൻ വൈഫ് ടൈലർ ആയതുകൊണ്ട് ഒരു മണിയൊക്കെയാണ് 12:45 കിടന്നപ്പോൾ. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് എണീച്ച് വന്ന് നോക്കുമ്പോൾ കൊലയിൽ ലേറ്റ് ഉണ്ട്, ഡോറൊക്കെ തുറന്നെടുക്കണേ. അപ്പോൾ ഗിൽസുമ്പൊക്കെ നോക്കുമ്പോൾ ഗിൽസൊക്കെ തുറന്നെടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ മോനാണ് പൊട്ടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ വിളിച്ചു ഉണർത്തിയപ്പോൾ അവൻ പറഞ്ഞ് അല്ല ഞാനല്ല, പിന്നെ അത് അപ്പോൾ കള്ളം വന്ന് തന്നെ അവന്ന് ഉറപ്പ് വരുത്തി. അപ്പോൾ പിന്നെ നേരം വെളുത്തപ്പോഴാണ് മറ്റുള്ളവർക്ക് നിന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് മറ്റുള്ളതൊക്കെ കയറിക്കണം എന്നുള്ളത് അറിഞ്ഞത്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ കാര്യമായിട്ട് സാധനമൊന്നും പോയിട്ടില്ല. സ്കൂൾ കുട്ടീൻ്റെ ബാഗത്തെ കുറച്ച് പൈസ ചില്ലറ എന്തോ പോയിട്ടുള്ളൂ. പിന്നെ ഉള്ളിൽ വല്ലാതെ കയറിയില്ല. മറ്റുള്ള വീടുകളിലും ഇതേമാതിരി സംഭവം നടന്ന് അതുവരെ ആരും ഒന്നും മുണ്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അംസുട്ടേക്കാൻ്റെ അവിടെ നടന്നതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ അകത്ത് കയറിയ വീടാണ് ഇപ്പോൾ ഇത്. ഈ അംസുട്ടേക്ക പോലും നമ്മളതിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ പ്രത്യേകം വോയിസ് ഇട്ട് ഇനി ആരെങ്കിലും വീടുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയണ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അപ്പോഴാണ് അംസുട്ടേക്ക ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയും ഞങ്ങളത് കാലത്ത് തന്നെ നമ്മൾ CIനെ വിളിച്ച് പറയുകയും അതുപോലെ DYSPനൊക്കെ ആയിട്ട് അവരെ സൈറ്റിലേക്ക് നമ്മൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ അയക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുകയും ചെയ്തത്. ഈ ചാനൽ തിരൂർ. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഉടനാകട്ടെ ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും.